കണ്ടോ ദേ അടിപൊളി വാവ് കണ്ടോ ഗൈസ് ദേ നോക്കിയേ നമ്മുടെ അതേ പാശ തന്നെ അതായത് നമ്മുടെ ഈ ഒരു ഗ്ലൂ ആണ് നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിലെ കൊച്ചു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റുന്നതും സർവോപരി നമ്മുടെ പഴയ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് സച്ചസ് ലാപ്ടോപ്സ് മൊബൈൽ ഫോൺസ് നമ്മുടെ പഴയ നമ്മൾ യൂസ് ചെയ്ത് പൊടിയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ഒരുപാട് ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ പൊടിയൊക്കെ അതായത് നമുക്ക് കൈ എത്താത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ പൊടി എടുത്ത് മാറ്റാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു സിമ്പിൾ വളരെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ടോയ് ആണ് നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതായത് ഏകദേശം 40 രൂപ ചെലവിൽ നമ്മൾ ഇന്ന് സ്ലൈം പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതിനായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കുന്ന ഫെവിഗം. ഈ ഫെവിഗം തന്നെ ഞാൻ മേടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനൊരു യെല്ലോ കളർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് കളറൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ ഒരു കളറിൽ നമ്മുടെ സ്ലൈം പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കളർ തന്നെ മേടിക്കാനുള്ള കാരണം. രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ ബേക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡയാണ് നമുക്ക് രണ്ടാമതായിട്ട് വേണ്ടത്. മൂന്നാമതായിട്ട് വേണ്ടത് കുറച്ച് ബൊറാക്സ് പൗഡറാണ്, അതായത് ബോറിക് ആസിഡ് ആണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ഷോപ്സിലൊക്കെ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സാധനം നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നാലാമതായിട്ട് നമുക്ക് വേണ്ടത് 2 ഗ്ലാസ്സുകളാണ്. അപ്പം ഇതിൽ ഞാൻ ഓൾറെഡി ബേക്കിംഗ് സോഡയും ഇതിൽ ബൊറാക്സ് പൗഡറും മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് വെള്ളം, ഒരു 50 മില്ലി വെള്ളത്തിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 50 മില്ലി വെള്ളത്തിൽ 1 ടീസ്പൂൺ ബൊറാക്സ് പൗഡറുമാണ് ഞാൻ ഈ ലയിപ്പിച്ച് വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് സ്പൂൺസ് നമുക്ക് വേണം. പിന്നെ നമുക്ക് സ്ലൈം പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ഒരു ബൗൾ. ഇത് ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഫെവിക്കോൾ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചെയ്തു നോക്കിയ ഒരു സ്ലൈമാണ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈങ് ആണ്, നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇത് വർക്കായി. സോ ഇതിൻ്റെ ഒരു ബേസിസിലാണ് നമ്മൾ ഇന്ന് സ്ലൈം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് ഡ്രോ. ആദ്യം തന്നെ ഇതേ നമ്മൾ മേടിച്ചേക്കുന്ന നമ്മുടെ ആ ഒരു ഫെവിഗം നമുക്ക് സ്ലൈം പ്രിപ്പയർ ചെയ്യേണ്ട ഈ ഒരു പോട്ടിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അതെ, ഓൾമോസ്റ്റ് ഇത്ര ഗ്ലൂ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമ്മൾ ബൊറാക്സ് പൗഡർ മിക്സ് ചെയ്തേക്കാണ്. ഈ ബോറിക് ആസിഡ് നമ്മുടെ സാധാരണ വെള്ളത്തിൽ ലയിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നല്ല രീതിയിൽ തന്നെ ഷെയ്ക്ക് ചെയ്ത് അതായത് അടിച്ചടിച്ച് മിക്സ് ചെയ്യണം, എന്നാൽ മാത്രമേ ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ ഡിസോൾവ് ചെയ്ത് കിട്ടുള്ളൂ. ഇതിൽ നമ്മൾ മിക്സ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് സോഡയാണ്. കണ്ടോ, ഇതിൽ നിന്നും തരി കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ താഴെ കിടക്കുന്ന ബേക്കിംഗ് സോഡയാണ്. ഇതിങ്ങനെ മിക്സ് ആവുള്ളൂ. അപ്പം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു ഇതിൽ 2 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. ശേഷം നമ്മുടെ ഈ ഒരു ബേക്കിംഗ് സോഡ നമ്മൾ കുറേശ്ശെ എടുത്ത് നമുക്ക് ഈ ഒരു ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരുപാട് കൂടാൻ പാടില്ല, ജസ്റ്റ് ഡ്രോപ്സ് ആയിട്ട് നമ്മൾ ഇട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. തുറവായിട്ട് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടോ, അതെ ഇത് വളരെ കുറേശ്ശെ എടുത്തിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്ത് ഇങ്ങനെ ആക്കിയെടുത്തത്. ഈ ഒരു പരുവത്തിലാക്കി എടുത്തത് കണ്ടോ, ഒരു ജെല്ലി ഫോമിലേക്ക്. അതായത് നിങ്ങൾ ബേക്കിംഗ് സോഡ ഫുള്ളായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. അതായത് ഓരോരോ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് വീണ്ടും മിക്സ് ആയി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ചേർത്ത് വീണ്ടും മിക്സ് ചെയ്ത് അങ്ങനെ ഈ ഒരു പരുവത്തിലേക്ക്, അതായത് ഒരു ജെല്ലി ഫോമിലേക്ക് ഇതുപോലെ മാറ്റിയെടുക്കുക. കണ്ടോ, അതായത് ഡ്രോപ്പായിട്ട് മാത്രമേ, അത് ഒരുപാട് കൂടിപ്പോകാൻ പാടില്ല. ആ ഒരു രീതിയിൽ മാത്രമേ നമ്മൾ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ, സൊല്യൂഷൻ ആഡ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇപ്പം നമ്മുടെ പശ ചെറിയൊരു ജെല്ലി ഫോമിലേക്ക് മാറിയിട്ടുണ്ട് ചെറുതായിട്ട്. അടുത്താണ് നമ്മുടെ മെയിൻ ടാസ്ക്, അതായത് നമ്മുടെ ഈ ഒരു ബൊറാക്സ് പൗഡർ, ബോറിക് ആസിഡിന്റെ സൊല്യൂഷൻ നമ്മൾ 1 ടീസ്പൂൺ 50 മില്ലി വെള്ളത്തിൽ ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അടുത്തതായിട്ട്, അതായത് ഒരുപാടാവാൻ പാടില്ല. ഇത് ചേർക്കുന്നതനുസരിച്ചിട്ട് നമ്മുടെ സ്ലൈമിന്റെ ഹാർഡ്നെസ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ കുറച്ച്, കണ്ടോ, അത് ഒരു ഇത്രയും, അതായത് 2 ബോട്ടിൽ നമ്മൾ എടുത്തേക്കുന്നത് കണ്ടല്ലോ, 1 ടീസ്പൂണിൻ്റെ, അതായത് ചെറിയ ടീസ്പൂണിൻ്റെ ഏകദേശം കുറച്ച് ഭാഗം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. കണ്ടോ, അതെ അതും നമ്മൾ ഡ്രോപ്പായിട്ട് പല സ്ഥലത്ത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മളിത് മിക്സ് ചെയ്യാൻ പോവാണ്. കണ്ടോ, നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്ത് കുറേശ്ശെ കണ്ടോ, ഇപ്പം തന്നെ ഇതിൻ്റെ ഒരു സ്വഭാവം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇനിയും ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിങ്ങനെ പ്രിപ്പയർ എടുക്കാനേ പറ്റുള്ളൂ. നമ്മൾ ഒറ്റടിക്കെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. പിന്നെ നമുക്ക് ആ ഇതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല. കണ്ടോ, ഇതിൻ്റെ ഷേപ്പ് മാറുന്നത് കണ്ടോ നിങ്ങൾ, കണ്ടോ, അതെ ഒരു ജെല്ലി ഫോമിലോട്ട് മാറിയിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ. കണ്ടോ, ഇത് ഇത്രയും പറ്റത്തില്ല, കുറച്ചുകൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം.
കുറച്ചുകൂടെ നമ്മൾ ആഡ് ചെയ്യണം, വളരെ കുറച്ച് മാത്രം. ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ പണിയാണ്, നമുക്ക് ഇത് മൊത്തം വേസ്റ്റായി പോകും. അതുകൊണ്ട് വളരെ കുറച്ച് ഇത് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കുക. കണ്ടോ ഇതിൻ്റെ ഒരു ഫോം ചേഞ്ച് ചെയ്യുന്നുണ്ടോ? അതെ, നമ്മുടെ സ്പൂണിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോന്നിട്ടുണ്ട്. കണ്ടോ അതെ, സ്പൂണിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വിട്ടു പോന്നിട്ടുണ്ട്. കണ്ടോ, ഒരു ലേശം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, വളരെ കുറച്ച് മാത്രം കേട്ടോ. അതെ, കുറച്ചും കൂടെ നമ്മൾ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് കുടിക്കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് വരും. ഇതെല്ലാം ഫുള്ള് വേസ്റ്റായി പോകും. നമ്മൾ നേരത്തെ എടുത്താത്ത പശ തന്നെയാണ് കേട്ടോ ഗൈസ് ഇത്. കണ്ടോ അതെ, ഇതിന്റെ ഒരു അടിപൊളി, സൂപ്പർ അടിപൊളി. ആഹാ, നമുക്കൊന്ന് കയ്യിലെടുത്ത് നോക്കാം ഇത് എന്താ പരുവെന്ന് അറിയാനായിട്ട്. കണ്ടത് ഈ സ്പൂണിൽ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വിട്ടു മാറിയിട്ടുണ്ട്. അതെ, ഞാൻ ഒന്ന് കയ്യിലെടുക്ക, പൊള്ളി. അയ്യവാ, ഒന്നുകൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുവാണ് കേട്ടോ എൻ്റെ കൈ കൊണ്ട് തന്നെ. നല്ല പളുങ്ക് പോലെ ഇരിക്കുന്നു, നോക്കിയേ. കണ്ടോ ദേ, അടിപൊളി. വാവ്, കണ്ടോ ഗൈസ്, ദേ നോക്കിയേ, നമ്മുടെ അതേ പശ തന്നെ, അതായത് നമ്മുടെ ഈ ഒരു ഗ്ലൂ ആണ് നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തത്. അതെ, ഒരു ബോൾ പോലെയൊക്കെ നമുക്ക് ആക്കിയെടുക്കാം. കണ്ടോ, ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ട്, ഒരു ടെൻഷൻ റിലീവർ ആയിട്ടൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. കണ്ടോ അതേ, നോക്കിയേ, എന്താ അല്ലേ, വാവ്. ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായി പോയിട്ടുണ്ട്. നമ്മുടെ ബൊറാക്സ് പൗഡർ ആഡ് ചെയ്തതിന്റെ ഒരു പോരായ്മ കൊണ്ടാണ്. ഇത്രയും കട്ടിയാവാൻ പാടില്ല സാധാരണ. നമുക്ക് നല്ല രീതിയിൽ ഇത് സ്ട്രെച്ച് ആയിട്ട് കിട്ടുന്നതാണ്. കണ്ടോ അതെ, നോക്കിയേ, ഇത് എത്ര സാറ്റിസ്ഫൈങ് ആണെന്ന് നോക്കിയേ. കണ്ടോ അതെ, വാവ്. കണ്ടോ, ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. കണ്ടോ, നമുക്ക് ഇത് എത്ര വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ ഒരു എന്താ പറയാ, ഇതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. അതെ, നോക്കിക്കോണേ. ഇത് ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതെ സ്ട്രെച്ച് ചെയ്ത് താഴത്തേക്ക് പോകുന്നുണ്ടോ. കണ്ടോ, ഇത് ഭയങ്കരമായിട്ടും സാറ്റിസ്ഫൈങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ്. നോക്കിയേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്സ് ഒക്കെ നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. കണ്ടോ, വേണമെങ്കിൽ ഇതിങ്ങനെ എടുത്ത് ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തൊക്കെ കളിക്കാൻ പറ്റും. കൊച്ചുകുട്ടികൾക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കളിക്കാനായിട്ട് കൊടുക്കാൻ പറ്റും. കണ്ടോ അതെ, വാവ്. ഇതിങ്ങനെ കറക്കി കയ്യിലൊക്കെ ചുറ്റാം. എഗെയിൻ നമുക്കിത് ഞെക്കി വീണ്ടും പഴയ കണക്കാക്കാം. കണ്ടോ അതെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നമ്മുടെ ഫോണിന്റെ ഇടയിലുള്ള, അതായത് ഇതിന്റെ മൊബൈൽ ഫോണിന്റെ സൈഡിലുള്ള പോർഷനിലൊക്കെ നമുക്ക്, അതായത് കൈ കയറ്റാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിന്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ ഇടയിലുള്ള പൊടിയൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ പറ്റും. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ വീട്ടിൽ. ഏകദേശം 30 രൂപ 40 രൂപ ചിലവാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും പ്രയോജനപ്പെട്ടെന്നും ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.